ഹലോ! അപ്പോൾ എൻ്റെ ഡെയിലി റൂട്ടീനിൽ വൺ ഓഫ് ദ റൂട്ടീൻ ഞാൻ നിങ്ങളോട് കാണിക്കാമെന്ന് ഓർത്തു. ആക്ച്വലി ഡെയിലി റൂട്ടീൻ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ വീക്കിലി ഒരു 3-4 ഡേയ്സ് ആണ് ഇവിടെ വന്ന് തല കാണിക്കാറുള്ളൂ. മുന്നേ ഞാൻ അതും കാണിച്ചായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്നെ ഇവിടെ ഒറ്റ മാവേലിയായിട്ടാണ് അവർ പ്രഖ്യാപിച്ചിരുന്നത്. ഞാൻ ഇടയ്ക്ക് ചെല്ലുമ്പോൾ അവർ ചോദിക്കും, "എന്താ മോളെ വഴി തെറ്റി കയറിയതാണോ?" എന്ന് ചോദിക്കാറുണ്ട്. ഇപ്പം ഞാനൊരു 3-4 ഡേയ്സെങ്കിലും ആക്കാറുണ്ട്. അപ്പോൾ എന്നെപ്പോലെ മടിയുള്ളവർ ആഴ്ചയിൽ ഒരു 3-4 ദിവസമെങ്കിലും എങ്ങനെയെങ്കിലും ജിമ്മിൽ പോകാൻ നോക്കുക. ഡെയിലി ഒന്നും പോയില്ലെങ്കിലും ഒരു 3-4 ഡേയ്സെങ്കിലും മിനിമം കീപ്പ് അപ്പ് ചെയ്യാൻ നോക്കുക. അതുപോലെ മുന്നേ എനിക്ക് ജിമ്മിന് പോകുന്നവരോട് ഒരു പുച്ഛമായിരുന്നു. എന്തിനാണ് ആളുകൾ ഇങ്ങനെ ജിമ്മിലേക്ക് തള്ളി കയറി പോകുന്നത്? മസിൽ കുറേ വരാൻ വേണ്ടിയിട്ടാണോ? അല്ലെങ്കിൽ കുറേ 8 പാക്ക് 6 പാക്ക് ഒക്കെ വരാനാണോ? അല്ലെങ്കിൽ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണോ എന്നുള്ളത്. മസിൽ വരാൻ വേണ്ടി ആഗ്രഹിച്ച് പോകുന്നവരുണ്ട് ഇഷ്ടം പോലെ. പക്ഷേ മെയിനായിട്ട് വെയിറ്റ് ലോസും കാര്യങ്ങളൊന്നുമല്ല. നമ്മുടെ മസിൽ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജിമ്മിൽ പോകുന്നത്. അത് എന്താ പറയുക, നമുക്ക് ഏജ് കൂടുന്തോറും നമ്മുടെ മസിൽസ് വീക്കനായി തുടങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ജിമ്മിൽ പോകുന്നത്. അതുപോലെ നമ്മുടെ ഒരുപാട് ഹെൽത്ത് കണ്ടീഷൻസിനും നല്ലതാണ്. പണ്ടത്തെ ആളുകൾ ജിമ്മിൽ പോയിട്ടൊന്നല്ല ഇത് ഉണ്ടായിരുന്നത്. പക്ഷേ അവർ നന്നായി ഇറങ്ങി പണിയെടുക്കുമായിരുന്നു. പിന്നെ ഇന്ന് ജിമ്മിൽ ഫ്രൈഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറേ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനാണെങ്കിൽ ഇന്ന് ഇച്ചിരി ലേറ്റായി. അപ്പോൾ എൻ്റെ അടുത്ത് ട്രെയിനർ പറഞ്ഞു, "ഞങ്ങളിതേ ക്ലോസ് ചെയ്യാൻ നിൽക്കുകയായിരുന്നു" എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഓടിപ്പോയി കുറച്ച് നേരം കാർഡിയോ ഒക്കെ ചെയ്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നു. അപ്പോൾ ഇന്ന് എൻ്റെ കാർഡിയോ ഡേ ആയിരുന്നു. പിന്നെ അപ്പോഴേക്കും 12 മണി ആകുമ്പോൾ മോർണിംഗ് സെഷൻ ക്ലോസ് ചെയ്യും. പിന്നെ ഈവനിംഗ് ആണ് പിന്നെ വരുന്നത്. അത് കഴിഞ്ഞിട്ട് അമൽ എന്നെ പിക്ക് ചെയ്യാൻ വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പോൾ അമൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തോ സ്റ്റാർട്ട് ആവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അമൽ കുറച്ച് പോർക്ക് കഴിച്ചു, പ്രോട്ടീൻ ഇൻടേക്ക് എന്നുള്ള പേരിൽ. പിന്നെ ഞാനത് കഴിക്കാറില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നു. ഇപ്പം നല്ല ചൂടാണല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് കരിമ്പ് ജ്യൂസ് ആവാമെന്ന് ഓർത്തിട്ട്. പക്ഷേ ഇതിന് ഭയങ്കര കാലറീസ് കൂടുതലാണ്. പിന്നെ അത് മാത്രമല്ല, ഈ ചേട്ടനാണെങ്കിൽ നമ്മൾ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെയും ഒഴിച്ച് തരും. അതാണ് നിങ്ങൾ രണ്ടാമത് കണ്ടത്. പിന്നെയും നിറച്ച് ഒഴിച്ചു തന്നായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ അതുവരേക്കും സ്റ്റേ ട്യൂൺ. ടാറ്റാ.